നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. 1995 ഇന്ത്യ ഭരിച്ച് കോൺഗ്രസ് പാർട്ടി അവതരിപ്പിച്ച കിരാതമായ വഖഫ് നിയമത്തിന്റെ മൂർച്ചയുള്ള മുനകളിൽ തട്ടി വീടും പുരയിടവുമൊക്കെ നഷ്ടപ്പെട്ടു പോകേണ്ടിയിരുന്ന നിരപരാധികൾക്ക് ആശ്വാസത്തിന്റെയും പ്രതീക്ഷകളുടെയും വലിയ ഉറപ്പ് തന്നെയായിരുന്നു മോദി സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബിൽ. രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സഭകളിൽ ബില്ല് പാസായപ്പോൾ തന്നെ തങ്ങൾ മനസ്സിൽ കണ്ടതെല്ലാം വടികുത്തി പിരിഞ്ഞെന്ന് തിരിച്ചറിഞ്ഞ് നട്ടാൽ കുരുക്കാത്ത നുണകളും ലോകോത്തര തെറ്റിദ്ധരിപ്പിക്കലുകളും വസ്തുതകളുടെ വളച്ചൊടിക്കലുമായി പ്രചണ്ഡമായി രംഗത്തിറങ്ങിയത് മുനമ്പംകാരുടെ വോട്ട് വാങ്ങി ജയിച്ചവർ അടക്കമുള്ള ഗദർധാരികളും അവരെ നമ്പി നിന്ന് പരസ്യം കണ്ടെത്തി ഉപജീവനം കഴിക്കുന്ന മാധ്യമ പ്രവർത്തകരും ആയിരുന്നു. പുതിയ വഖഫ് നിയമത്തിൽ തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാകുന്ന വിധത്തിലുള്ള ക്ലോസുകൾ ഉണ്ടെന്ന് മുനമ്പത്തെ പുതിയ തലമുറകൾക്ക് പോലും വ്യക്തമായി തന്നെ ബോധ്യപ്പെട്ടതാണ്. എന്നാൽ സംശയങ്ങളും ആശങ്കകളും തളം കെട്ടിക്കിടക്കുന്ന സാധാരണ മനുഷ്യരുടെ നൈസർഗിക ദൗർബല്യങ്ങളിൽ ആകുന്നത്ര പിടിമുറുക്കിക്കൊണ്ട് ഇടത് വലത് രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും വ്യാജ വാർത്തകളുടെ മൂടി തുറന്നു വിട്ടപ്പോൾ ചിലരെങ്കിലും വഖഫ് നിയമ ഭേദഗതി അപര്യാപ്തമായി പോയോ എന്ന് ആശങ്കപ്പെട്ടു എന്നത് വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. പ്രതിസന്ധികളിൽ പെട്ടുഴലുന്ന പ്രജകൾക്ക് മുൻപിൽ നീതിയോടെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പോലും വളച്ചൊടിക്കപ്പെട്ട വാർത്തകൾക്കൊപ്പം നിന്നത് മുനമ്പംകാരെ കൂടുതൽ ആശങ്കപ്പെടുത്തിയിരുന്നു. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ആരുടെ ഭൂമിയും എപ്പോൾ വേണമെങ്കിലും ചൂണ്ടിയെടുക്കാനുള്ള അധികാരം നിലനിർത്താനുള്ള ഹർജികൾ കഴിഞ്ഞ 16-ന് സുപ്രീം കോടതി പരിഗണിക്കുകയും 3 ദിവസത്തെ വാദം കേട്ട് കാര്യങ്ങൾക്ക് വ്യക്തമായ ഒരു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ 15-ാം തീയതി മുതലുള്ള ചില മണിക്കൂറുകളിലായിരുന്നു ആടിനെ പട്ടിയാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ അതിശക്തമായി ഉത്സർജിച്ചു കൊണ്ടിരുന്നത്. 15-ാം തീയതി മുനമ്പം ജനതയ്ക്കൊപ്പം കേരളത്തിലെ BJP പ്രവർത്തകർ സംഘടിപ്പിച്ച നന്ദി മോദി പരിപാടിയിലേക്ക് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിയും വഖഫ് ബില്ല് സഭയിൽ അവതരിപ്പിച്ച് ചരിത്ര നീക്കത്തിന്റെ ഭാഗമായി മാറിയ വ്യക്തി കിരൺ റിജിജു അവറുകൾ മുനമ്പത്തെത്തിയപ്പോൾ നടത്തിയ പത്രസമ്മേളനത്തിൽ ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകിയില്ലെന്നത് ഉയർത്തിക്കാട്ടി കണ്ടില്ലേ, തങ്ങൾ പറഞ്ഞത് അച്ചട്ടായെന്നും വഖഫ് ബില്ല് കൊണ്ടൊന്നും മുനമ്പംകാർ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും പ്രചരിപ്പിച്ചുകൊണ്ട് ചിലരും പല മാധ്യമങ്ങളും അവരുടെ ഇച്ഛാഭംഗം ഇറക്കി വെച്ചു. കേന്ദ്ര സർക്കാരും BJPയും മുനമ്പംകാരെ പച്ചയ്ക്ക് പറ്റിച്ചെന്നും കേന്ദ്ര സർക്കാർ വഖഫ് ബില്ല് പാസാക്കിയെങ്കിലും മുനമ്പംകാർ വഴിയാധാരമാകുമെന്നും അവർ അതിശക്തമായ പ്രചരണം തന്നെ അഴിച്ചുവിട്ടു. കേരളത്തിലെ മാധ്യമങ്ങൾ ആകമാനം ഇടതു വലത് അജണ്ടകളുടെ പരിപോഷണത്തിനായി നിലകൊള്ളുന്നവരാണെന്നും നിഷ്പക്ഷമായി വാർത്തകളെ സമീപിക്കുന്ന ആരും അക്കൂട്ടത്തിൽ ഇല്ലെന്നതും സനാതന സത്യമാണ്. അക്കൂട്ടത്തിൽ കനത്ത തുകയുടെ പരസ്യങ്ങളും സ്പോൺസർഷിപ്പും കയ്യിലുള്ള ചില വർഗീയ ശക്തികൾ കൂടെ അണിനിരുന്നതോടെ വാർത്തകളെല്ലാം നിരനിരയായി വളച്ചൊടിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് തന്നെയായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ വാർത്താ സമ്മേളനത്തെ കുറിച്ചുള്ള വിലയിരുത്തലുകളിലും കേരളത്തിലെ മാധ്യമങ്ങൾ അച്ചട്ടായി നിർവഹിച്ചത്. കിട്ടിയ സമയം കൊണ്ട് അവർ വഖഫ് ഇരകളുടെ ആശങ്കകൾക്ക് ആക്കം കൂട്ടാനും ഇസ്ലാമിക സമൂഹത്തെ എരികേറ്റാനും മറന്നില്ല. ആ നീക്കം കൊണ്ട് കരിപ്പൂർ തീവ്രവാദികളെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളായി കേരളത്തിൽ പ്രതിഫലിച്ചപ്പോൾ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ കലാപവും കൊലപാതകവുമായി മാറുകയാണ് ഉണ്ടായത്. എറണാകുളത്തെ വാർത്താ സമ്മേളനത്തിൽ കിരൺ റിജിജു ചില സംശയങ്ങൾക്ക് ദൂരീകരണം വരുത്തിയില്ല എന്നത് സത്യമായിരിക്കാം. എന്നാൽ മുനമ്പംകാരുടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്നും മുനമ്പം ജനതയുടെ റവന്യൂ അവകാശം തിരികെ നൽകുമെന്നും എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും മുനമ്പത്തെ പ്രശ്നത്തെക്കുറിച്ച് നേരിട്ട് അറിയാമെന്നും നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്ന നേതാവാണ് പ്രധാനമന്ത്രി മോദിയെന്നും മതേതര രാജ്യത്ത് എല്ലാവർക്കും അവകാശങ്ങളുണ്ടെന്നും അതെല്ലാം സംരക്ഷിക്കപ്പെടുമെന്നും
പ്രതിപക്ഷം നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങളിൽ വീഴരുതെന്നും വഖഫ് ബോർഡിന് നിയന്ത്രണമില്ലാതെ ഭൂമി ഏറ്റെടുക്കാൻ കഴിയുന്ന നിയമമാണ് കേന്ദ്രം മാറ്റി എഴുതിയതെന്നും കേന്ദ്ര സർക്കാർ ഉടനെ ചട്ടങ്ങൾ പുറപ്പെടുവിക്കുമെന്നും പിന്നാലെ സംസ്ഥാന സർക്കാരുകൾ വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നും മുനമ്പങ്കാരുടെ റവന്യൂ അവകാശങ്ങൾ അത്തരത്തിൽ തിരികെ ലഭിക്കുമെന്നും നിയമപരമായ നടപടികളിലൂടെയല്ലാതെ ഒറ്റയടിക്ക് തീർക്കാൻ കഴിയുന്ന പ്രശ്നമല്ലേ മുനമ്പത്തേതെന്നും മുനമ്പത്തേത് രാഷ്ട്രീയ പ്രശ്നമായല്ല മനുഷ്യത്വ പ്രശ്നമായിട്ടാണ് കാണുന്നതെന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രസംഗം. മുനമ്പത്തെ സമ്മേളന വേദിയിൽ വെച്ച് മിനിസ്റ്റർ കിരൺ റിജിജു കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചതോടെ മനുഷ്യരെ ആദികേറ്റി മുതലെടുക്കുന്ന വ്യാജ പ്രചാരകരുടെ വായടഞ്ഞുപോയി എന്നതാണ് സത്യം. എന്നാൽ അടുത്ത ദിവസം സുപ്രീം കോടതി അപേക്ഷകൾ കേൾക്കുകയും വിശദമായ വാദങ്ങൾ കേൾക്കാൻ സമയം അനുവദിക്കുകയും ആദ്യ ദിവസം ഒന്നും പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ അപ്പോൾ തന്നെ ഇതേ വ്യാജ പ്രചാരകരായ മാധ്യമങ്ങൾ ആർത്ത് വിളിച്ചുകൊണ്ട് സ്റ്റോറി എഴുതിയത് വഖഫിൽ തൊട്ടുപോകരുതെന്നും വഖഫ് നിയമ ഭേദഗതിയെ റദ്ദ് ചെയ്തെന്നും സുപ്രീം കോടതി പറഞ്ഞെന്നായിരുന്നു. എന്നാൽ അടുത്ത ദിവസം കോടതി പറഞ്ഞത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വഖഫിന്റേതാണെന്ന് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടികൾ ഡിനോട്ടിഫൈ ചെയ്ത് കൈവശക്കാരൻ്റെതാക്കണമെങ്കിൽ നിയമ പോരാട്ടം തുടരേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് സുപ്രീം കോടതിയും പറഞ്ഞത്. സുപ്രീം കോടതിയുടെ അന്തിമ വിധി പ്രഖ്യാപിക്കുന്നതുവരെ മുനമ്പങ്കാരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാൻ കാലതാമസം ഉണ്ടാകുമെന്നതാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത്. മുനമ്പത്തെ വിഷയത്തെക്കുറിച്ച് പഴയതും പുതിയതുമായ വഖഫ് നിയമങ്ങളെക്കുറിച്ചും ആഴമേറിയ പര്യവേഷണങ്ങൾ നടത്തിയിട്ടുള്ള റിട്ടയർഡ് അണ്ടർ സെക്രട്ടറിയും മുനമ്പങ്കാരുടെ നിയമോപദേശകനുമായ സ്റ്റാൻലി ദേവൻ ആശങ്കകൾക്കിടയില്ലാതെയാണ് ആ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. 10 മിനിറ്റ് കൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാമെന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയ ചാണക്യന്മാർ മിണ്ടാത്ത ഒരു സത്യമായിരുന്നു വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നത് പോലെ വേറെയൊരു പരിഹാരവും മുനമ്പം വിഷയത്തിലില്ല എന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. വഖഫ് ട്രൈബ്യൂണൽ വിധി അന്തിമമല്ലെന്നും അതിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകാമെന്നതും വഖഫ് ബോർഡിന് കണ്ണിൽ കാണുന്ന ഭൂമിയൊന്നും ഏറ്റെടുക്കാൻ കഴിയില്ലെന്നും വഖഫ് ബൈ യൂസർ എന്ന നിലയിൽ നിരന്തരമായി ആളുകൾ ഉപയോഗിക്കുന്ന ഭൂമികൾ വഖഫിനെ ഏറ്റെടുക്കാൻ കഴിയില്ലെന്നും ഈ നിയമം ഉറപ്പു തരുന്നു. എന്നാൽ കേസിൽ സുപ്രീം കോടതി ഇടപെട്ടിരിക്കെ അമുസ്ലിമുകളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നതടക്കമുള്ള ചില വകുപ്പുകൾ ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സാധാരണക്കാരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അത് മുനമ്പത്തെ ജനങ്ങൾക്കും ഗുണകരമാകുക തന്നെ ചെയ്യും. സുപ്രീം കോടതിയുടെ അന്തിമ വിധി പൂർത്തിയാകുന്നതുവരെ മുനമ്പങ്കാർ കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രം. അതിനുള്ളിൽ നിയമങ്ങൾ അഴിയപ്പെടുകയും ചട്ടങ്ങൾ നിലവിൽ വരികയും ചെയ്യും. ഒരിക്കലും മുനമ്പത്തെ പാവങ്ങൾ നടത്തിയ സമരം നിഷ്ഫലമായി പോയിട്ടില്ല. വാർത്തയിലെ സത്യവുമായി ഇനി അടുത്തയാഴ്ച.